Watch India's largest kids library only on Jio Hotstar. Download the app now. ഇത് നോക്ക്, ഞങ്ങൾ എല്ലാവരും പോയി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. ഇനിയതേനെ നീ ഇവിടെ കാവൽ നിൽക്കൂ. അങ്ങനെ ചെയ്യാം മഹാറാണി. ആഹാ, ഇവിടെ നിറയെ പൂക്കളുണ്ടല്ലോ. ഞാൻ അവിടെ പോയി അതിന് തേനെല്ലാം എടുത്തിട്ട് വരാം. മഹാറാണിക്ക് വളരെ സന്തോഷാവും. എന്റെ പത്തലു, എനിക്ക് ഇന്ന് നോക്കിയിട്ട് വല്ലാത്ത വിശപ്പ്. എന്തെങ്കിലും ചെയ്യ് പത്തലു, പ്ലീസ്. എന്റെ മോട്ടു, നീ പരിസര ബോധമില്ലാതെ വെറുതെ ഓരോന്ന് പറയരുത്. ഈ കാടിനകത്ത് ഞാൻ നിനക്ക് എവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കി തരാനാ? നീ വേഗം വാ, നമുക്ക് ഈ മരത്തിനടിയിൽ കുറച്ചു സമയം വിശ്രമിക്കാം. പത്തലു, ദേ അത് കണ്ടില്ലേ തേനീച്ചയുടെ കൂട്. ഇനി കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ എന്താ, വരൂ തേനെങ്കിലും കുടിക്കാലോ. എന്റെ മോട്ടു, നീയെങ്ങാനും അതിൽ കൈവച്ച ആ തേനീച്ചകൾ വന്ന് നിന്റെ മുഖം മുഴുവനും കടിച്ച് കടിച്ച് ഒരു പരുവത്തിലാക്കും. അതെ, എനിക്കറിയാം. പക്ഷെ മേലോട്ടൊന്ന് നോക്ക്, തേനീച്ചനെ പോലും കാണാനില്ലല്ലോ. ഞാനിപ്പോ ആ തേനും കൊണ്ട് താഴേക്ക് വരാം. മോട്ടു, ഇങ്ങനെ തേന് കുടിക്കുന്നതിനും വല്ല സന്തോഷം വേറെ ഉണ്ടോ? ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ട് തേൻ ശേഖരിച്ച് ഇങ്ങനെ കൂട്ടി വെച്ചതാണെന്നറിയോ? നീ എത്ര എളുപ്പത്തിൽ അതൊക്കെ കുടിച്ചു തീർത്തത്. ഹലോ, അതിനിപ്പോ എന്താ, ഇത് വെറും തേനല്ലേ, വീണ്ടും ഉണ്ടാക്കാലോ. അതിനെന്താണോ? ഇന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പോകുന്ന പാഠം നീ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ഈ തേനീച്ചന്റെ വിടുന്ന ലക്ഷണമില്ലല്ലോ. പത്തലു, ഓടിക്കോ. നിന്നോട് ആരാ അതിന് തൊടാൻ പറഞ്ഞ്? നീ കാരണം ഇപ്പൊ എന്റെ അവസ്ഥ ഇങ്ങനെ ആയില്ലേ? എനിക്കൊരു തേൻകൂട് ഉണ്ടാക്കി തരുന്നത് വരെ നിങ്ങളെ ഞാൻ കുത്താതെ വിടാൻ പോകുന്നില്ല. പക്ഷെ ഞങ്ങൾ എവിടുന്ന നീ പറയുന്ന തേൻ ഉണ്ടാക്കി കൊണ്ടുവരിക? അതെല്ലാം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യ. എനിക്ക് കൂടുണ്ടാക്കി തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കുത്തിയിട്ടേ ഇരിക്കും. അയ്യോ, ഞങ്ങൾ എങ്ങനെയായിട്ട് കുത്തല്ലേ. സോറി പറഞ്ഞില്ലേ. ചിങ്കം സാറേ, ചിങ്കം സാർ രക്ഷിക്കണേ. എന്റെ അമ്മ മൂട്ടുപുത്രോ, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? വൈ ഫിയർ വെൻ ചിങ്കം ഈസ് ഹിയർ? ചിങ്കം സാറേ, ഒരു തേനീച്ച ഞങ്ങളെ പേടിപ്പിക്കുന്നു. നിങ്ങൾ രണ്ടാളും ഒരു തേനീച്ചയെ കണ്ട് പേടിക്കുകയാണോ? ഒരു ചെറിയ തേനീച്ച കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും? എന്ത് ചെയ്യാൻ കഴിയുന്നത് ഞാൻ പറയാം. എന്റെ അമ്മോ മൂട്ടുപുത്രോ, എന്നെ രക്ഷിക്കൂ. ആ തേനീച്ച എന്റെ പുറകെ കെട്ടിയെടുത്തിരിക്കുകയാണ്. എന്റെ അമ്മോ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം. ഡാഡി, ഭാരതമാതാവാണ് സത്യം. എന്നെ കടിക്കല്ലേ. ചാർജ്. എന്നെ ഇനി കടിക്കല്ലേ. ഒന്ന് നിർത്ത്. ഡോക്ടർ ജഡ്ക, എന്തെങ്കിലും ചെയ്യൂ. ഓയ് മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, എന്റെ കയ്യിൽ ഒരു വഴിയുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്കൊരു തേൻ കൂട് ഉണ്ടാക്കാൻ സാധിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യേ, എന്തെങ്കിലും ചെയ്യാന്നേ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല ഒരു തേനീച്ചയെ കണ്ട് മനുഷ്യൻ പേടിച്ചു ഓടുന്നത്. നിങ്ങൾ രണ്ടാളും ശരിക്കും പേടിത്തൊണ്ടന്മാരാണ് കേട്ടോ. അങ്ങനെയാണോ? ഇവര് നീ പേടിത്തൊണ്ടന്മാരെന്ന് പറയുന്നു. നീ എത്ര ധൈര്യശാലിയാണെന്ന് ഞാൻ ഇപ്പൊ നോക്കട്ടെ. മമ്മി രക്ഷിക്കണേ, കടിക്കല്ലേ, കടിക്കല്ലേ, എനിക്ക് വേദനിക്കുന്നു, കടിക്കല്ലേ. മമ്മി, ഡോക്ടർ ചക്ക, എന്നെ രക്ഷിക്കൂ. തേനീച്ചെന്നെ കടിക്കാണ്, എനിക്ക് വേദനിച്ചിട്ട് വയ്യ, എന്നെ രക്ഷിക്കൂ. വേണ്ട, കടിക്കല്ലേ.
ആ, ഇതിനകത്ത് കേറിക്കോളൂ ചങ്ക്. മോട്ടു പത്ലു എന്റെ ചങ്കുകളെ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഈ മിഷനകത്തൊന്ന് കേറി നിൽക്ക്. പിന്നെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. മോട്ടു അകത്ത് പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ആലോചിക്കേ. പത്ലു ആലോചിക്കാനൊന്നും സമയമില്ല, വേഗം വരൂ. എന്റെ വലിയേട്ടാ, നിങ്ങൾ ഇതെന്തായി കാണിച്ചത്? തേനുണ്ടാക്കാൻ പറഞ്ഞ ഞങ്ങളെ രണ്ടുപേരും ഇങ്ങനെ തേനീച്ചകളാക്കി കളഞ്ഞല്ലോ. മോട്ടു, നീ ഞാൻ പറഞ്ഞത് കേട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ? മോട്ടു പത്ലു, നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ ഒന്ന് സമാധാനിക്ക്. ഇതുകൊണ്ട് നിങ്ങൾക്ക് വളരെ പ്രയോജനമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പൂക്കൾ കണ്ടുപിടിച്ച് തേൻ ശേഖരിച്ചു വെക്ക്. പണി കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങളെ രണ്ടുപേരെയും മിഷനകത്തിട്ട് നോർമൽ ആക്കി മാറ്റാമെന്ന്. ആ ആ നിങ്ങൾക്ക് വളരെയധികം നന്ദി ഡോക്ടർ ജഡ്ക. ഇപ്പോൾ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു തേൻകൂട് ഉണ്ടാക്കാനും തേൻ ശേഖരിക്കാനും എത്രയ്ക്ക് കഷ്ടമാണെന്ന്. ഇപ്പോഴെങ്കിലും ഇവർക്ക് ഇതൊക്കെ മനസ്സിലായി കാണും. താങ്ക് യു, താങ്ക് യു. നീ എന്തായി കാണിക്കുന്നത്? ഞാൻ നിനക്ക് ഒരു ദ്രോഹവും ചെയ്തില്ലല്ലോ, പിന്നെ എന്നോട് എന്തിനാ? ഞാൻ നിങ്ങൾക്ക് നന്ദി പറഞ്ഞതല്ലേ. സോറി. ഞങ്ങളെല്ലാം ഇങ്ങനെയാണ് നന്ദി പറയാറുള്ളത്. ഓ, ഇതൊരു ഒന്നൊന്നര താങ്ക്സ് ആയി പോയി. ശരി ശരി, നീ വേഗം ഇവിടുന്ന് പൊയ്ക്കോ. വേഗം പോകും മോട്ടു പത്ലു. വേഗം പോയി തേൻകൂട് ഉണ്ടാക്ക്. പോ. ആ? വേഗം പോ. പൂക്കളിലുള്ള തേനെല്ലാം ശേഖരിച്ച് ഇവിടെ തേൻകൂട് ഉണ്ടാക്കൂ. വേഗം പോ. ഓടിക്കോ. അയ്യോ. ഇപ്പൊ മനസ്സിലായോ ഇതിനു വേണ്ടി ഞങ്ങൾ എത്രയധികം കഷ്ടപ്പെടുന്നുണ്ടെന്ന്? വേഗം പോ. വേഗം പോയി തേൻ കൊണ്ടുവാ. മോട്ടു, രക്ഷിക്കേ. മോട്ടു. പത്ലു, ഞാൻ നിന്നെ രക്ഷിച്ചില്ലേ, പിന്നെ നീ എന്താ എന്നോട് താങ്ക് യു പറയാത്തത്? ഇതിനൊക്കെ കാരണം നീയാ. ഇനി ഞാൻ നിനക്ക് താങ്ക്സ് പറയണോ? ഇന്ന പിടിച്ചോ. താങ്ക് യു, താങ്ക് യു. വേഗം വാ, നമുക്ക് വേറെ എവിടെങ്കിലും പോയി ഒരുപാട് തേൻ എടുത്തുകൊണ്ട് വരാ. ജോലി രണ്ടായി പിരിക്കാം. ഒരാള് തേൻ എടുക്കുമ്പോൾ ഒരാള് കാവൽ നിൽക്കണം. ആ, ഇപ്പോഴാണ് നിങ്ങൾ ശരിയായ വഴി കണ്ടുപിടിച്ചത്. എന്നെ പത്ലു രക്ഷിക്കണേ. ചിലന്തി വലയിൽ അകപ്പെട്ടു അല്ലേ? ഇപ്പൊ മനസ്സിലായോ ഞങ്ങളുടെ ജീവിതം എത്ര ബുദ്ധിമുട്ടുള്ളതാണെന്ന്? ഇപ്പോഴെങ്കിലും നിങ്ങൾ ഇത് നിന്റെ മനസ്സിലാക്കൂ. ഈ ചിരിയൊന്ന് നിർത്തിയിട്ട് എന്റെ ഈ സുഹൃത്തിനെ ഒന്ന് രക്ഷിക്കാൻ നോക്ക്. ഒന്ന് വേഗോട്ട്, വേഗോട്ട്. ചിലന്തി കത്തി, വേഗോട്ട്. രക്ഷപ്പെട്ടിട്ടില്ല. വീണ്ടും അപകടം. അതാ നോക്ക്, ആ കിളി നമ്മളെ തിന്നാൻ എത്ര വേഗത്തിലാ വരുന്നെന്ന്. എന്റെ പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും വേഗത്തിൽ ചെയ്യ്, ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ വയറ്റിലാവും. ഐഡിയ. ആ മരത്തിനെ നോക്കി നേരെ ഫാസ്റ്റ് ആയിട്ട് പോ. ലാസ്റ്റ് മൂവ്മെന്റിൽ മുകളിലേക്ക് പൊങ്ങ്. മുകളിലേക്ക്.
താങ്ക് യു മോട്ടുപത്ലു. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും മനസ്സിലായി കാണും തേനീച്ചകൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അവരുടെ കൂട് ഉണ്ടാക്കുന്നതെന്ന്. മനസ്സിലായി, ശരിക്കും മനസ്സിലായി. ഞാൻ എന്റെ മനസ്സിൽ തട്ടി സോറി ചോദിക്കുക. ഇനി ഒരിക്കലും തേനീച്ച കൂടിൽ നിന്ന് ഞാൻ തേനെടുത്ത് കഴിക്കില്ല. മേലിൽ നിന്ന് താഴേക്ക് വീഴുന്ന തേന് മാത്രം ഞാൻ കുടിച്ചോളാം, കേട്ടോ? താങ്ക് യു ഹണി ബി, താങ്ക് യു. നീ കാരണം ഇന്ന് ഞങ്ങൾ നല്ലൊരു പാഠം പഠിച്ചു. ബൈ ബൈ. ഓക്കെ മോട്ടുപത്ലു, ബൈ ബൈ. ഓയ് മോട്ടു പത്ലു ചങ്കുകളെ, നിങ്ങളിപ്പോ നല്ല അടിപൊളിയായിട്ടല്ലേ തേനീച്ച കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്റെ ഈ മിഷൻ ഉണ്ടല്ലോ, അത് കേടായിരിക്കുക. അതുകൊണ്ട് ഈ മിഷൻ ശരിയാകുന്നത് വരെ നിങ്ങൾ ഈ രൂപത്തിൽ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. മോട്ടു പത്ലു, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാണ്. മിഷൻ ഒരു കുഴപ്പമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്നെ ഇങ്ങനെ ഊത്തല്ലേ, നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് മാറ്റി തരാം. Watch India's largest kids library only on Geo Hotstar. Download the app now.